ഇന്നത്തെ ചിറ്റ് ചാറ്റിൽ എൻ്റെ കൂടെ ഉള്ളത് ഷെറിയാണ്, ടെക്സാസിൽ നിന്നും. ഇപ്പം ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് റഷ്യ ഉക്രൈൻ വാർ ഏകദേശം ധാരണയിലോട്ട് പോവുകയാണ്. അമേരിക്കയുടെ 28 പോയിന്റ് പ്രോഗ്രാം ഉക്രൈനും അംഗീകരിച്ചു, റഷ്യയും അംഗീകരിച്ചു. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ആർക്കാണ് നഷ്ടം? വാറിൽ, അതായത് ഏകദേശം 3 വർഷം നീണ്ടു നിന്ന വാർ, രണ്ടാം ലോകമഹായുദ്ധത്തെക്കാളും സമയം നീണ്ടു നിന്ന വാറിൽ എന്താണ് നേട്ടമുണ്ടായത്? അതിനെപ്പറ്റിയാണ് ഷെറിയുമായിട്ട് സംസാരിക്കുന്നത്. ഷെറി അറിഞ്ഞു കാണുമല്ലോ, അമേരിക്കൻ മീഡിയേഷൻ നെഗോസിയേഷൻ്റെ അകത്ത് വാർ ഏകദേശം ഡിസംബറിൽ തീരുകയാണ്. അവർക്ക് ഇപ്രാവശ്യം ക്രിസ്മസ് വാറില്ലാതെ ആഘോഷിക്കാം എന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഈ വാറിൻ്റെ നേട്ടം ആർക്കാണ് കിട്ടിയെന്ന് ബേസിക്കലി ഷെറിയുടെ അഭിപ്രായം? വാറിന്റെ നേട്ടം കിട്ടിയത് മുഴുവൻ അമേരിക്കയ്ക്ക് തന്നെയാണ് കിട്ടിയിരുന്ന നേട്ടം. കാരണം അതിനെ നമുക്ക് പല വെർട്ടിക്കൽസിൽ എടുത്ത് സംസാരിക്കാം. ഓക്കെ, ഈ വാർ 2022 ഫെബ്രുവരിയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, അപ്പം ഈ വാർ ഒരു രാജ്യവും ഒരു വാറും ഒരു ലോങ് ആയിട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കത്തില്ല. കാരണം അവരുടെ കയ്യിൽ നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓരോ ദിവസവും എത്ര $1 ബില്യൺ ആയിരിക്കും നഷ്ടം വരുന്നത്. ഈ വാറിൽ സത്യത്തിൽ നഷ്ടപ്പെട്ടത് ഉക്രൈൻ എന്ന് പറഞ്ഞ രാജ്യം ഒന്നുമില്ലാതായി, ഗാസയ്ക്ക് തുല്യമായി കഴിഞ്ഞു ഇപ്പൊ ഏതാണ്ട്. രണ്ടാമത് റഷ്യൻസ് വെപ്പൺസ് മുഴുവൻ ഒബ്സലേറ്റ് ആണ് മനസ്സിലായി. അതുകൊണ്ട് ബെറ്റർ ഏറ്റവും നല്ല പ്രയോറിറ്റി കിട്ടിയ ആൾക്കത് അതിനകത്ത് ശരിക്കും US ആൻഡ് അലൈസ് ആണ്. അവർക്കാണ് പ്രത്യേകിച്ച് US-നാണ് അതിന്റെ ബെനിഫിറ്റ് മുഴുവൻ കിട്ടിയത്. ഡീറ്റെയിൽ ആയിട്ട് പോവാണെങ്കിൽ നമുക്ക് ഒരുപാട് ഡീറ്റെയിൽസിലേക്ക് പോകും. അല്ല, ഇതിനകത്ത് മാത്രം ഉത്തരം പറഞ്ഞു. ഒരു കാര്യം കറക്റ്റാണ്. ഇത്ര ആൾക്കാർ ഉക്രൈനിൽ നിന്നും പലായനം ചെയ്ത പല രാജ്യത്തോട്ട് പോയി, ജർമ്മനിലോട്ട് പോയി, പോളണ്ടിൽ പോയി, വളരെയധികം പേര് മറ്റു യൂറോപ്യൻ രാജ്യങ്ങളിലോട്ടൊക്കെ പോയി. ഇതിനകത്ത് ഞാൻ പറയുന്നത് വാറ് കൊണ്ട് റഷ്യക്ക് എന്ത് നേട്ടം ഉണ്ടായതാണ് ചോദ്യം. ഒന്നുമില്ല. റഷ്യ കംപ്ലീറ്റ് ഇതിനകത്ത് നമ്മൾ ഇവിടെ പറയുമ്പോൾ ഞാൻ എൻ്റെ ആ ചോദ്യത്തിന് ഉത്തരം പറയാം. റഷ്യക്ക് ഒരു നേട്ടവും കിട്ടിയില്ല. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ഉള്ള ഉത്തരം. പിന്നെ നമ്മുടെ നാട്ടിൽ പല മീഡിയകളും റിപ്പോർട്ട് ചെയ്യുമ്പം ഈ റഷ്യ എന്ന് പറയുന്നത് ഇവരുടെ മനസ്സിൽ ഇന്ന് USSR ആണ് കിടക്കുന്നത്. USSR അല്ല റഷ്യ. USSR അത് വേറെയായിരുന്നു സംഭവം. USSR തീർന്നതോടുകൂടി റഷ്യയുടെ കംപ്ലീറ്റ് അടപടലം പോയി. അതായത് അതിന്റെ പോയിന്റ് ഉണ്ട്. അതായത് റഷ്യ എക്സ്പോസ്ഡ് ആയി. അതിന്റെ കറക്റ്റ് റഷ്യ എക്സ്പോസ്ഡ് ആയി. കാരണം ഞാൻ നേരിട്ടെ റഷ്യൻ വെപ്പൺസ് ഇത്ര നല്ലതാണെങ്കിൽ എന്തുകൊണ്ട് ഇവർക്ക് ഉക്രൈൻ്റെ 2 ദിവസം കൊണ്ട് തീർക്കാമായിരുന്നു? അതാണ് ആ ചോദ്യത്തിലൂടെ വരുന്നത്. കാരണം റഷ്യയുടെ ഏറ്റവും കിടപ്പം റഷ്യൻ വെപ്പൺസ് ഉപയോഗിച്ച്, കാരണം ബ്രഹ്മോസിനെ പറ്റി ഇന്ത്യൻ മീഡിയയും ഇന്ത്യൻ സോഷ്യൽ മീഡിയയും ബ്രഹ്മോസ് അവരെ മേടിച്ചു, ഇവരെ മേടിച്ചു, അവരെ മേടിച്ചു. നമ്മുടെ ഉള്ള ബ്രഹ്മോസിന്റെ ഫസ്റ്റ് വേർഷനാണ്. അത് കഴിഞ്ഞ് ബ്രഹ്മോസ് 3 വേർഷൻ ഉണ്ടാക്കി, അഡ്വാൻസ്ഡ് വേർഷൻ. അതെ, ഇതെല്ലാം റഷ്യ ഉപയോഗിച്ചു. അവർക്ക് ഇതിനകത്ത് സക്സസ് റേറ്റ് എന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ ഉണ്ടായിട്ടില്ല. അവസാനം ഇറാന്റെ സാധനം മേടിച്ചു. അതെ, ഇറാൻ സാധനം വാങ്ങിച്ചു. അത് എന്തൊരു ഗതികേടാണ് നോക്കുന്നത്. അതേപോലെ റഷ്യ മേടിച്ച് ഇറാന്റെയാണ് മേടിച്ചേക്കുന്നത്. അതെ, പിന്നെ എന്താണ് ഈ ബ്രഹ്മോസ് എന്ന് പറയാൻ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെന്തുകൊണ്ടാണ് ബ്രഹ്മോസ്? നമ്മളെപ്പോഴും ഒരു കാര്യം നമ്മളെപ്പോഴും ഒരു രാജ്യം വെപ്പൺസ് വിൽക്കുന്നത്, മാനുഫാക്ചറിങ് വിൽക്കുന്നതും തമ്മിലുള്ള നമ്മളത് കറക്റ്റ് മനസ്സിലാക്കണം. അമേരിക്ക വേണ്ടത് കൊടുക്കുന്ന വെപ്പൺസ് ഒന്ന് എല്ലാവർക്കും വാങ്ങാം, ഒരു ഗ്രേഡ്. ഓക്കെ, സെക്കൻഡ് ഗ്രേഡ് അമേരിക്ക കൊടുക്കുന്ന അവരുടെ അലയൻസ്, അതായത് നാറ്റോ പോലുള്ള രാജ്യങ്ങൾക്ക് മാത്രമാണ്. തേർഡ് വേർഷൻ, അതായത് ഏറ്റവും അഡ്വാൻസ്ഡ് വേർഷൻ, അത് ഒരിക്കലും ഒരാൾക്ക് കൊടുക്കത്തില്ല. അവർ കൊടുക്കുന്നത് എപ്പോഴാണെന്നറിയാമോ? അതിനൊക്കെ നല്ലതാണ് അവർ ഡെവലപ്പ് ചെയ്യുമ്പോൾ. കാരണം ആ കാര്യം നല്ലത് തന്നെയായിരുന്നു. അപ്പൊ നമ്മുടെ ഇന്ത്യയുടെ കയ്യിലിരിക്കുന്നത് റഷ്യക്ക് കയ്യിലുള്ള തേർഡ് വേർഷനൊക്കെ വളരെ മോശമായ സാധനമാണ് നമ്മളിരിക്കുന്നത്. ആര് പറ്റും എങ്ങനെയാ ശരി പാകിസ്ഥാനെ നേപ്പാളിനെ കാണിക്കാനോ മാത്രമേ പറ്റുള്ളൂ. കാരണം അതിനകത്ത് എനിക്ക് മനസ്സിലായി. കാരണം അതേപോലെ തന്നെ റഷ്യയുടെ എയർ ഡിഫൻസ് സിസ്റ്റത്തെ പറ്റി ഒരു പറയുന്നുണ്ട്. റഷ്യയുടെ എയർ ഡിഫൻസ് സിസ്റ്റം സക്സസ്ഫുൾ ആയിരുന്നെങ്കിൽ എന്തുകൊണ്ട് റഷ്യയിൽ ഉണ്ടാക്കിയ സാധനം അതൊക്കെ ഉക്രൈൻ്റെ ഇതേപോലെയുള്ള ഉക്രൈൻ സ്വയമായിട്ട് ഈ വാറിന് ശേഷം ഉണ്ടാക്കിയെടുത്ത ലോങ് റേഞ്ച് മിസൈലാണ് ഫ്ലെമിംഗോ. അതെ, ഈ പറയുന്ന ഉക്രൈന് പ്രൊഫഷണൽ ആർമി ഇല്ലാത്ത രാജ്യമാണ്.
അതെ അതെ അവർക്ക് ഒരു രാജ്യം കയറിയത്. അതുകൊണ്ടാണ് അവർക്ക് നാറ്റോയിൽ വരണമെന്ന് പറഞ്ഞത്. അതെ എന്നിട്ട് അവിടെ അവരുടെ കുറച്ച് പട്ടാളക്കാരെ അമേരിക്കയിൽ കുറച്ച് അമേരിക്കൻ പട്ടാളക്കാരെ അവിടെ വന്ന് കുറച്ച് പേർക്ക് ട്രെയിനിങ് കൊടുത്തു. അതെ. അവിടെയും മനസ്സിലാക്കണം അവർക്ക് പ്രൊഫഷണൽ ആർമി ഇല്ല. അതെ ഏറ്റവും ആ രാജ്യത്തെയാണ് റഷ്യ എന്ന് പറഞ്ഞ ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ സൈനിക ശക്തി. അവര് കയറി അറ്റാക്ക് ചെയ്ത് 3 വർഷം കൊണ്ട് ഓരോ വില്ലേജും ഓരോ ഇഞ്ചും പിടിക്കാൻ എത്ര സമയമാ എടുത്തത്? ഈ അപ്പൊ കേരളത്തിലെ മീഡിയയും ഇന്ത്യയിലെ മീഡിയയും ഒക്കെ പറയുന്നത് അടിസ്ഥാനപരമായിട്ട് കപടതയല്ലേ പറയുന്നത്? ഒരു അവൻ മാത്രമേ പറയുള്ളൂ. അവര് ചുമ്മാ ഒരു സത്യം മനസ്സിലാക്കാതെ വെറുതെ കിടന്നങ്ങ് തള്ളുക. വേറെ കാരണം എൻ്റെ ഡേറ്റ എനിക്ക് കിട്ടിയ ഞാൻ വായിച്ചറിഞ്ഞ ഡേറ്റ ഏകദേശം 430ഓളം റഷ്യൻ എയർക്രാഫ്റ്റുകളാണ് തീർന്നു പോയത്. 430. ഈ 430 എയർക്രാഫ്റ്റുകൾ സെക്കൻഡ് വേൾഡ് വാറിൽ തീർന്നിട്ടില്ല മുഴുവനും. അതെ ഡേറ്റ എടുക്കുക. ഡേറ്റ വെച്ചാണ് പറയുന്നത്. 430 റഷ്യൻ എയർക്രാഫ്റ്റുകൾ തീർന്നുപോയി. അവരുടെ ചോപ്പേഴ്സ് ഫ്ലൈ ചെയ്യുന്നില്ല. അവര് ഭയങ്കരമായിട്ട് ഇന്ത്യൻ മീഡിയ പറയുന്ന Su-57 ഫ്ലൈ ചെയ്യുന്നില്ല. Sukhoi 30MK ഫ്ലൈ ചെയ്യുന്നില്ല. പിന്നെ എന്ത് കുന്തമാണ് അവർക്ക്? ഇറാന്റെ ലോങ് റേഞ്ച് മിസൈലാണ് അടിച്ചു നിർത്തിയേക്കുന്നത്. അതെ സത്യമാണ്. അത് ഞാൻ ചോദിക്കട്ടെ ഒരു കാര്യം ചോദിക്കട്ടെ. പക്ഷെ രാജ്യത്തിന്റെ ഗതികേടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെ സിമ്പിൾ ആയ ഒരു സാധനം പറയാം. ഇല്ല അടുത്ത പോയിന്റ് ഉണ്ട്. കാരണം ഈ ബ്രിട്ടീഷ് പത്രം ടെലഗ്രാഫിന്റെ ഡേറ്റയാണ് അവരാണ് പബ്ലിഷ് ചെയ്തേക്കുന്നത് നേരത്തെ. പിന്നെ ഏകദേശം 1700ഓളം റഷ്യൻ ടാങ്കുകൾ ഈ T-90 ഉപയോഗിക്കുന്ന ഇന്ത്യ ഉപയോഗിക്കുന്ന ടാങ്കുകൾ അതിന്റെ ശവപ്പറമ്പായി മാറി. അതെ ജാവലിൻ എന്ന് പറഞ്ഞ ഈ പറയുന്ന അമേരിക്കൻ ഇപ്പൊ ഇന്ത്യ ഈ ഇടയ്ക്ക് മേടിച്ചു ജാവലിൻ. ആ പെർഫോമൻസ് കണ്ടിട്ടാണ് ഇന്ത്യ മേടിച്ചേക്കുന്നത് ജാവലിൻ. ഇപ്പോഴും ഓർഡർ കൊടുത്തേക്കുന്നത് ഇപ്പോഴാണ് അമൂല് കൊടുത്തത്. ഈ 1700 ടാങ്ക് എന്നൊക്കെ പറയുമ്പോൾ എന്തുവാണ് ഈ പറയുന്നത്? അതെ നിസാര കാര്യം തന്നെ. പോലെ ഇത്തരം ടാങ്ക് അതായത് ഇന്ത്യക്ക് ടോട്ടൽ 1700 ടാങ്ക് ഇല്ല. അതോ എഴുതോ ഇത്രേ ഉള്ളൂ ടാങ്ക്. കാരണം ഞാൻ ആമേർഡ് ഡിവിഷനിൽ പോയത് ഇന്ത്യയുടെ ആമേർഡ് ഡിവിഷൻ പട്ടിന്റെ. അപ്പൊ അതിന്റെ ജനറൽ ഓഫീസർ കമാൻഡിങ് അന്നത്തെ ആൾ എൻ്റെ ഫ്രണ്ടായിരുന്നു. ജനറൽ പ്രദീപ് ഗുപ്ത എന്നാണ് പേര്. അപ്പൊ അന്ന് ഈ ഒരു ഞാൻ കണക്കുകൾ വെച്ചപ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളൂ. ഇവിടെ റഷ്യയുടെ 1700 ടാങ്കുകൾ തീർന്നു, അവരുടെ എയർക്രാഫ്റ്റുകൾ തീർന്നു. എന്നിട്ട് ഉക്രൈൻ്റെ ഓരോ വില്ലേജുകളും പിന്നെ ആദ്യം ഇവര് കീവിൽ വന്നിട്ട് തിരിച്ചുപോയി. ഏറ്റവും വലിയ ബ്ലണ്ടർ. കാരണം അത് വന്നത് സെലൻസ്കിയെ പിടിക്കാൻ നടന്നിട്ട് തിരിച്ചുപോയി. തിരിച്ച് വന്നു കഴിഞ്ഞ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഓരോ വില്ലേജും പിടിക്കാൻ അവർക്ക് എത്ര സമയം എടുത്തു. ഓരോ ദിവസം ഓരോ റഷ്യക്ക് നഷ്ടപ്പെട്ടത് 8 മുതൽ ഇന്നലെ, കാരണം 2 ദിവസം കൊണ്ട് ഫയറിങ് ഇല്ല. ഓരോ ദിവസം നഷ്ടപ്പെടുന്നത് 8 മുതൽ 10 സൈനികരെയാണ് നഷ്ടപ്പെടുന്നത്. ടോട്ടലായിട്ട് റഷ്യക്ക് വിട്ടിരിക്കുന്നത് 1,35,000 റഷ്യൻ സൈനികർ. അതെ 2,70,000 സൈനികർ സീരിയസ് ആയിട്ട് ഇഞ്ചുവേർഡായി. അതായത് അൺപ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു രാജ്യത്തിനെതിരെ. അതെ അപ്പൊ എന്ത് റഷ്യൻ വെപ്പൺ? അപ്പൊ ഞാൻ ഇതിനെപ്പറ്റി പാട്ട എന്ന് പറഞ്ഞ 100% സത്യം പാച്ചാൻ പറയാൻ പാട്ടാന്നുള്ള സാധനം കറക്റ്റ് ആണ്. കാരണം ഞാൻ പറയാം അതിനകത്തൊരു കാര്യം, ഒരു രാജ്യത്തിന്റെ ഗതികേട് എന്ന് പറഞ്ഞ നോക്ക്. 71 വാറിന് പോലും ഇന്ത്യക്ക് അങ്ങനെ ഒരു ഗതികേട് വന്നിട്ടില്ല. അതായത് അവസാനം ഇവര് ആളും കഴിഞ്ഞിട്ട് ഇവര് നോർത്ത് കൊറിയന്നും ചൈന ആൾക്കാർ ഇറക്കിയിട്ട് യുദ്ധം ചെയ്യണമെന്ന് കൂലിപ്പട്ടാളത്തിന് വാഗണർ. അത് ബേസിക്കലി കൂലിപ്പട്ടാളം ആ ഗതി എന്നൊക്കെ പറഞ്ഞ് എത്ര കിടന്ന USSR ആയിരുന്നു ഇന്ന് ഈ അവസ്ഥ വന്നെത്തിയത്. അപ്പൊ സത്യത്തിൽ ഇവിടെ സംഭവിച്ചെന്താണ്? സത്യത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് US-ഉം അല്ലെങ്കിൽ അലൈസും സത്യം പറഞ്ഞാൽ ഉക്രൈൻ ഒരു കുരുതിയായിരുന്നു ശരിക്കും. നേർച്ചക്കോഴിയായിരുന്നു. അത് അവിടെ അമേരിക്ക വെപ്പൺസ് വിറ്റു. ഈ യൂറോപ്യൻ രാജ്യങ്ങൾ അവരുടെ വെപ്പൺസ് ടെസ്റ്റ് ചെയ്തു. ഇനി ഒരു കാര്യം ഞാൻ പറയാം, റഷ്യ എത്രയേ ഉള്ളൂ. ഇതിന് ശേഷം പല രാജ്യങ്ങളും റഷ്യ കയറി മേയും. ഇതാണ് അതിൻ്റെ ഉണ്ടാകാൻ പോകുന്നത്. കാരണം ഇവിടെ
എനിക്കൊരു തമാശ കേൾക്കുന്ന ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ഇങ്ങനെ ചുമ്മാ ഞാൻ ചിലപ്പോൾ ഈ മലയാളത്തിൽ ചില എനിക്ക് ഈ ടെൻഷനൊക്കെ വരുമ്പോൾ ഇങ്ങനെ ഒന്ന് കാണും കാരണം ചിരിക്കാൻ വേണ്ടി. അപ്പൊ ഒരു ചാനൽ പറയുകയായിരുന്നു ഇങ്ങനത്തെ റഷ്യ 4 വർഷമായിട്ട് 3 വർഷമായിട്ട് യുദ്ധം എക്സ്റ്റെൻഡ് ചെയ്താണ് മനഃപൂർവ്വം. എന്തിന്? യൂറോപ്യൻ രാജ്യങ്ങളെ എങ്ങനെയാന്ന് പഠിക്കാൻ. ഇവന്റെ പിന്നെ കംപ്ലീറ്റ് എക്കണോമിയും പോയി കൂലിപ്പൊട്ടാവാതെ ഇറക്കി വന്നിട്ട് ഇപ്പോഴും ഇങ്ങനെ കഥ ന്യായീകരിക്കുക. അല്ല ബേസിക്കലി ഇവർക്ക് വാറിനെ പറ്റി അറിയത്തില്ല, എന്തോ സംഭവം അറിയത്തില്ല. ഈ ആൾക്കാർ ഞാൻ ഇതിനകത്ത് ഒരു കാര്യം ഞാൻ 2005 ബറോഡന് ഇപ്പൊ ബറോഡാന്ന് പറയും അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരാളെ പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടാണ് പുള്ളിയുടെ പുള്ളിയുടെ ഫാദർ 71 വാറിനുണ്ടായിരുന്നു. ഓക്കെ, ഇങ്ങനെ യുദ്ധം 14 ദിവസം ഉണ്ടായിരുന്നുള്ളൂ. 14 ദിവസം കൊണ്ട് യുദ്ധം തീർന്നു. ഇപ്പൊ പുള്ളി റേഡിയോ ഇന്റർസെപ്റ്ററിൽ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നു പുള്ളിയുടെ ഫാദർ. എനിക്ക് തോന്നുന്നു പുള്ളിയുടെ ഫാദർ പാകിസ്ഥാൻ കൊണ്ടല്ല വാർ ചെയ്തത്. അതെ, പാകിസ്ഥാൻ കൊണ്ടല്ലായിരുന്നു, വെസ്റ്റ് പാകിസ്ഥാൻ. അപ്പം അവിടെ വാർ ചെയ്യുമ്പോൾ പറയുന്നു 2 ദിവസം കൂടെയുള്ള അമ്യൂണിഷൻസിന് ഉണ്ടായിരുന്നല്ലോ ഇന്ത്യയുടെ കയ്യിൽ ആ സമയത്ത്. അല്ല ഇതിനകത്ത് ഞാൻ ഇപ്പം എനിക്കറിയാവുന്ന എൻ്റെ അയൽവാസിയായിട്ട് ഇവിടെ താമസിക്കുന്ന ഒരു മേജർ ജനറൽ ഉണ്ട്. അയാൾ ഈ പ്രായമുള്ള ആളാണ്, ഇപ്പം 84 വയസ്സുണ്ട്. അപ്പോൾ അയാൾ 71 വാറിലൊക്കെ പങ്കെടുത്തയാൾ. അയാൾ എന്നോട് പറഞ്ഞത് ഇപ്പം അത് കഴിഞ്ഞിട്ട് ജനറൽ ഓഫീസർ കമാൻഡിങ് ആയിരുന്നു നോർത്തേൺ കമാൻഡിൽ. അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പം ഇന്ത്യയാണ് ഉക്രൈൻ്റെ സ്ഥാനത്ത്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ആ സഫിഷ്യൻ്റ് നമ്മുടെ ആ വെപ്പണും നമ്മുടെ എയർഫോഴ്സിൻ്റെ സംഭവം ഇതെല്ലാം കൂടെ വെച്ച് നമുക്ക് ഉക്രൈന് കൂടിപ്പോയി കഴിഞ്ഞാൽ പറയുക ഇൻ കേസ് അമേരിക്ക വെപ്പൺ കൊടുക്കുകയാണെങ്കിൽ പോലും, കാരണം മനസ്സിലാക്കണം 71 പാകിസ്ഥാന് വെപ്പൺ കൊടുത്തേക്കുന്ന അമേരിക്കയാണ്. അതെ അതെ അതെ. വെപ്പൺ കൊടുക്കുകയാണെങ്കിലും ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യൻ പട്ടാളക്കാർക്ക് ഈ ഉക്രൈനെ അടിച്ചു തീർക്കാൻ 15 അല്ലെങ്കിൽ 17 ദിവസം മതി നമുക്ക് കീഴ്ത്തി പിടിച്ചെടുക്കാം. അതായത് അയാൾ വെൽ കാൽക്കുലേറ്റഡ് ആയിട്ട് അയാളുടെ വീട്ടിൽ കൊണ്ടിരുത്തി അയാൾ അങ്ങോട്ട് ഓരോന്നായിട്ട് പറഞ്ഞു തന്നു. ഇങ്ങനെ ഇത് ഒരു ഗ്രാഫൊക്കെ വരച്ച് ഇത് ഏതൊക്കെ രീതിയിലാണ് ഇന്ത്യയുടെ അറ്റാക്ക് എന്ന് പറയുന്ന രീതി. അപ്പം ഇത്ര സമയം എടുക്കത്തുള്ളൂ. ഇവിടെ ഉണ്ടായ സംഭവം നീ ശ്രദ്ധിച്ചോണം. ഇവിടെ ഉണ്ടായ സംഭവം റഷ്യയുടെ നേവൽ ബേസ്, ശ്രദ്ധിച്ചോണം. ഒരൊറ്റ എയർക്രാഫ്റ്റ് കാരിയറില്ല, ഒരെണ്ണത്തെ മുഴുവനെ കത്തിച്ചു ദൂരക്കളൻ. അവരുടെ നേവി ഷിപ്സ് അതിനെ ബ്ലാക്ക് സീലായിരുന്ന ഒരു സമയത്ത് ഒരൊറ്റ ഒരെണ്ണം അതുവഴി വരുന്നില്ല. അതേപോലെ തന്നെ റഷ്യയുടെ ഈ പറയുന്ന വെസൽസ് എല്ലാം വെച്ചിരുന്ന പോർട്ടുകൾ മുഴുവൻ ഇവര് ഉക്രൈൻ പറയുന്ന അടിച്ചു ദൂരക്കളഞ്ഞു, കത്തിച്ചു ദൂരക്കളഞ്ഞു. റഷ്യയുടെ റിഫൈനറീസ് ഓയിൽ സംഭവം അടിച്ചു ദൂരക്കളഞ്ഞു. അതായത് എൻ്റെ അഭിപ്രായത്തിൽ റഷ്യ പോയിരിക്കുന്നത് ഒരു 30-40 വർഷം പുറകിട്ട് പോയി. കാരണം അല്ല ഞാൻ ഇതുകൊണ്ട് ഇവരുടെ നേവി എന്താ കോൺട്രിബ്യൂട്ട് ചെയ്ത് ഈ വാദിയാണ് അതാണ് ചോദ്യം. കറക്റ്റ് ഉണ്ടോ? അതും ഒത്തിരി പഴയതാണ് ഇവരുടെ. അല്ല ഇവരുടെ മോസ്കോ എന്നും പറഞ്ഞ വൺ ഓഫ് ദ അവരുടെ ലീഡിങ് സാധനം ഉണ്ടായിരുന്നു, അതായത് നേവൽ ഷിപ്പ്. പക്ഷെ ഇവരെ പോട്ട് പോയി അടിച്ചു കളഞ്ഞ അതെ, മോസ്കോ അടിച്ചു ദൂരെ കളഞ്ഞു ഇവരുടെ. കാരണം അവരുടെ ഷിപ്പ് അത് ലോക പ്രശസ്തമായ സെക്കൻഡ് വേൾഡ് വാറിലൊക്കെ അതിനെപ്പറ്റി പറയുന്ന സംഭവമായിരുന്നു. അതിനെ പിന്നെ റീബിൽഡ് ചെയ്ത് മാറ്റിയെടുത്തു. അതായത് റഷ്യൻ നേവി പൂജ്യമായിട്ട് മാറി, റഷ്യൻ എയർഫോഴ്സ് പൂജ്യമായിട്ട് മാറി. പിന്നീട് ഇവർ സർവൈവ് ചെയ്ത് ഇറാൻ കൊടുത്ത മിസൈലും ഡ്രോൺസ്. പിന്നെ എന്ത് പുട്ടിന്റെ റഷ്യയാണ് ഈ പറയുന്നേ? ഒന്നുമില്ല, കഴിച്ചു ഇത് വെടി തീർന്നു, ഇത് കംപ്ലീറ്റ് തീർന്നു. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ആ 71 വാറിൽ നമ്മൾ എത്രയും പെട്ടെന്ന് യുദ്ധം തീർക്കണം എന്നുള്ളതോ അന്ന് നമുക്ക് ഞാൻ ചോദിക്കട്ടെ, വലിയ പേര് പറയുന്നുണ്ട് റഷ്യ പിന്നെ ജനറൽസും ഒക്കെ. ഓക്കെ, ഇതിന് എവിടെ പോയി ജനറൽസ് ഒക്കെ? ഒന്നും കാണുന്നില്ല. എവിടെ പോയി? ആരും മിണ്ടുന്നില്ലല്ലോ. ഇല്ല, നമ്മൾ 71 വാറിൽ നമുക്ക് സാം മനാക്ഷി ഉണ്ടായിരുന്നു, ജേക്കബ് ഉണ്ടായിരുന്നു ലീഡ് ചെയ്യാൻ വേണ്ടി ഫ്രണ്ടിൽ പോയിട്ട്. പുള്ളി ജേക്കബ് എന്നൊക്കെ പറഞ്ഞ ഹീറോ ആണ്, ഒരു ജൂതറാണ് ശരിക്കും. അതെ, ബോംബേറ്റ് ആണ്. അപ്പൊ ഞാൻ എന്നിട്ട് എവിടെ പോയി റഷ്യൻ ജനറൽസ്? ഇതിനൊന്നും കേരളത്തിലെ വ്യക്തികളായ മീഡിയ ഉത്തരം തരുന്നില്ല. അവർക്ക് ബേസിക്കലി ഇതേപോലെ ചില റിട്ടയർഡ് പട്ടാളക്കാരന്മാര് ഈ ചാനലിലൊക്കെ ഇരുന്ന് അടിച്ചുവിടുന്ന ഓരോ കഥകൾ കേൾക്കുമ്പോഴേ ചുമ്മാ ഈ കേൾക്കുമ്പോൾ ചിരിക്കാൻ പറ്റാത്ത. കാരണം ഈ മരപ്പൊട്ടന്മാർക്ക് പുതിയ വാർഫെയറിനെ പറ്റി ഒന്നും അറിയത്തില്ല. അത് ഞാൻ മനസ്സിലാക്കിയെടുത്ത റഷ്യയുടെ പുതിയ വാർഫെയറിന്റെ കേപ്പബിലിറ്റി എന്ന് പറയുന്നത് ഉക്രൈൻ എന്ന് പറയുന്ന
ഒന്നുമല്ലാത്ത രാജ്യത്തിന് മുമ്പിൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അതാണ് സത്യം. അത് സത്യമാണ്. മാത്രമല്ല അത് എപ്പോഴും നമ്മുടെ കേരളത്തിലെ ജനങ്ങളാണെങ്കിലും പലരും ശ്രദ്ധിക്കേണ്ട കാര്യം USSR അല്ല റഷ്യ. അത് വ്യത്യാസമുണ്ട്. കാരണം അന്ന് ഈ പറഞ്ഞ ഉക്രൈനിലാണ് ഏറ്റവും കൂടുതൽ ഫാക്ടറികൾ ഉണ്ടായിരുന്നത്. ഈ കൂടെ വർക്ക് ചെയ്താണ് സുഖോയും മിക്കും ഒക്കെ ഉണ്ടാക്കി ഉക്രൈനിലല്ലേ ഉണ്ടാക്കിയത്. ഉണ്ടാക്കിയത്. അതുപോലെ ഞാൻ നോക്കട്ടെ, ഇപ്പം ഈ റഷ്യയുടെ ഇപ്പം സ്പേസ് പ്രോഗ്രാം നടക്കുന്നു ബൈക്കറോർ. അത് കസാക്കിസ്ഥാനിലാണ്. ഇനി വേറെ അതിന് പേ ചെയ്യാനാണ്. വേറെ കാര്യം ഞാൻ 8 വർഷം മുമ്പ് ഒരു പ്രാവശ്യം ഇസ്രായേലിൽ പോയത് വയ റഷ്യ. അതേപോലെ കഴിഞ്ഞ വേൾഡ് കപ്പ് നടന്നത് റഷ്യ നടന്ന ആ സമയത്ത് ഞാൻ റഷ്യയിൽ പോയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവിടെ ഉള്ളൊരു ഇന്ത്യക്കാരൻ്റെ ഒരു സുഹൃത്ത് ഇവിടെ പുള്ളിയാണ് എന്നെ എയർപോർട്ടിൽ വന്ന് കൊണ്ടുപോയത്. എന്നെ കൊണ്ടുപോയിട്ട് അവിടുത്തെ ഓഫീസുകളൊക്കെ കണ്ടിട്ട് സത്യം പറഞ്ഞ ശരി ഞാൻ ഭയന്നു, ഞാൻ വരണ്ടുപോയി. കാര്യം പറയട്ടെ, നമ്മുടെ നാട്ടിലെ ടൈപ്പ് റൈറ്ററാണ് അതെ ഇപ്പോഴും അവിടെ ഉപയോഗിക്കുന്നത്. അവരാണ് ഈ അതുപോലും അറിയാത്ത കിഴങ്ങന്മാരായ നമ്മുടെ പത്രക്കാരും യൂട്യൂബിലും പറയുക. കൂട്ടുകാര് ഞാൻ സംഭാഷണം നോക്കി അപ്പം അവർ ട്രെയിനിങ്ങിന് വാങ്ങിയിട്ട് സൈബീരിയയിലൊക്കെ പോയിട്ട് ഒരു മോസ്കോ ആണ് ഇവര് പറയാ ഒരു 18th സെഞ്ചുറിയിലൊക്കെ ജീവിക്കുന്ന ഒരു ശ്രീലങ്കയാണ് പറഞ്ഞത് ഇപ്പം റഷ്യ. എൻ്റെ ഒരു കൂട്ടുകാരൻ ഡൽഹി ബേസിലാണ്. പുള്ളി ജോർജ് എന്നാണ് പേര്. പുള്ളി പിന്നെ ഇവിടെ മയൂർ വിഹാർ താമസിക്കുന്നത്. പുള്ളി ഒളിമ്പിക് അസോസിയേഷനിലെ പിന്നെ സീനിയറായിട്ടിരിക്കുന്നത്. പുള്ളി ഒരിക്കലും കൊണ്ടുപോകുന്നത് പുള്ളി മോസ്കോയിൽ പോയിട്ട് അവിടെ നിന്ന് വേറെ കൊണ്ട് ട്രാവൽ ചെയ്യുമ്പോൾ ഒരു പ്ലെയിനിലാണ് പോയത്. കാള വണ്ടി എന്ന് പറയത്തില്ലേ. അല്ല ഇത് നീ അടുത്ത ശ്രദ്ധിച്ചോണം. ഈ വാർ ഉണ്ടായ ശേഷം അമേരിക്കയുടെയും യൂറോപ്പിന്റെ സാങ്ഷൻ കൊണ്ട് റഷ്യ അതായത് ഗ്രൗണ്ട് ചെയ്തിട്ടിരിക്കുന്നത് ഏകദേശം 300ഓളം എയർക്രാഫ്റ്റ് സ്പെയർ പാർട്സ് കൊടുക്കുന്നില്ല. ഇനി കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് കണ്ടു. ഇന്ത്യയും റഷ്യയും കൂടെ ചേർന്ന് കമ്പൈൻഡ് ആയിട്ട് ഇവിടെ ഇന്ത്യയിൽ വിമാനം ഉണ്ടാക്കാൻ പറ്റി. റഷ്യയുടെ സ്വന്തമായിട്ട് വിമാനം ഉണ്ടാക്കാൻ പറ്റി. ഇതാണ് തമാശ എന്ന് പറയുന്നത്. ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത് അതായത് Su-57 എന്ന് പറയുന്ന ഇവർ എയർക്രാഫ്റ്റ് റഷ്യ തന്നെ പറയുന്നത് ഫ്ലൈ ചെയ്തില്ല. റഷ്യ പറയുന്നത് ഫ്ലൈ ചെയ്തില്ല. ഏത് വാറിൽ അത് പറയുന്നത് അവർ 5th ജനറേഷൻ. അതെ, അത് ഇന്ത്യയിൽ കൊണ്ടുവന്ന് ഇത് കാരണം ബേസിക്കലി ഇന്ത്യ റഷ്യയുടെ കൂട് നിർത്തി കഴിഞ്ഞപ്പം ഇന്ത്യ റഷ്യ ബന്ധം സ്ട്രോങ് ആണ് കാണിക്കാൻ കൊടുത്തുവിട്ട ഒരു PR ആണിത്. ഇന്ത്യൻ എയർഫോഴ്സ് ഒരു കാരണവശാലും സുക്കോയ്ക്ക് ശേഷം അതേപോലെ തന്നെ റഷ്യക്ക് കിട്ടിയ മറ്റൊരു കോൺട്രാക്റ്റ് ആയിരുന്നു ഈ MiG-21 അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി. അപ്ഗ്രേഡ് ചെയ്ത് മുഴുവനും ഫ്ലോപ്പായി പോയി. ഫ്ലോപ്പ് ആയതിന്റെ പേരിലാണ് പിന്നെ കംപ്ലീറ്റ് റിട്ടയർ ചെയ്യിക്കേണ്ടി വന്നത്. അതേപോലെ തന്നെ ജഗ്വാർ അത് അപ്ഗ്രേഡ് അതും പൊളിഞ്ഞു പോയി. ഇപ്പം ഗവൺമെന്റ് ഓഫ് ഇന്ത്യൻ എയർഫോഴ്സിന്റെ ആൾക്കാർ കൃത്യമായിട്ട് പറയുന്നുണ്ട് അവർക്ക് ഈ റഷ്യൻ സാധനം കൊണ്ട് ഇനി പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെയാണ് അന്ന് നമ്മൾ റഫേൽ വാങ്ങിയ സമയത്ത് റഷ്യയുടെ ഭയങ്കര പ്രഷർ ഉണ്ടായിരുന്നു. അവർ സുക്കോയ് 35 മേടിക്കണമെന്നും പറഞ്ഞിട്ട് അന്ന് എയർഫോഴ്സ് ഔട്ട്റൈറ്റ് ആയിട്ട് റിജക്ട് ചെയ്തു. അന്ന് 3 കമ്പനികളാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത്. ഒന്ന് റഫേല്, രണ്ടാമത് യൂറോഫൈനർ, മൂന്നാമത് ലോക്കിഡ് മാർട്ടിൻ. ലോക്കിഡ് മാർട്ടിൻ ആ സമയത്ത് ഗ്രൗണ്ടിൽ വന്നിട്ട് കാരണം അവർ ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജി കൊടുക്കത്തില്ലെന്ന് പറഞ്ഞു, TOT കൊടുക്കത്തില്ലെന്ന് പറഞ്ഞു. പിന്നെ വന്നത് ഈ പറയുന്ന റഷ്യൻ കമ്പനിയാണ് വന്നത് 35 സുക്കോയ് 35. അതും ഇന്ത്യ ഔട്ട്റൈറ്റ് ആയിട്ട് റിജക്ട് ചെയ്തു. പിന്നീട് സ്വീഡിഷ് കമ്പനി വന്നു. അത് പെർഫോമൻസ് വൈസ് നല്ലതാണ്. പിന്നെ അതാണ് ഇപ്പം ഉക്രൈൻ. അതായത് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് അതല്ല, ഈ വരാൻ പോകുന്ന 10 വർഷം കൊണ്ട് ഉക്രൈനിൽ വരുന്ന മാറ്റം. ഉക്രൈൻ റീബിൽഡ് മാത്രമൊന്നും അല്ല. കാരണം ഏകദേശം അവർ 250 ഫൈറ്റർ എയർക്രാഫ്റ്റ് ഫ്രാൻസിൽ നിന്നും സ്വീഡനിൽ നിന്നും വാങ്ങാൻ അവർ കരാർ സൈൻ ചെയ്ത് കഴിഞ്ഞു വരുന്ന 10 വർഷത്തിനുള്ളിൽ. അവരിപ്പോൾ ഡോൺ ബാസ്കോ പഴയ ക്രീമി അവരുടെ കയ്യിലാണെങ്കിലും 10 വർഷത്തിനുള്ളിൽ ഉക്രൈനിലുണ്ടാകുന്ന മാറ്റം അനുസരിച്ച് അവർ റഷ്യയെ പിടിച്ചെടുക്കും. കാരണം ഉക്രൈൻ 3 വർഷത്തെ വാറിൽ പഠിച്ച സംഭവമുണ്ട്. അവർ ചിലപ്പോൾ യൂറോപ്പിലെ തന്നെ ഏറ്റവും പവർഫുൾ നേഷനായിട്ട് മാറും.
ഈ ഉക്രൈൻസിന്റെ കൂടെ ഞാൻ ജോലി ചെയ്തതാണ്. കുറെ ഉക്രൈൻസ് എന്റെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് ദുബായിൽ. അവർക്കെന്ന് പറഞ്ഞാൽ അവർ ഭയങ്കര നാഷണലിസ്റ്റ് പിന്നെ ഉക്രൈനിയൻസ് ആണ്. അവരുടെ റഷ്യൻസ് ആണ് അവർ ശരിക്കും. അവർ റഷ്യ ഭാഷ സംസാരിക്കും. അവർ ഉക്രൈൻ സംസാരിക്കും. അവര് പറയുന്നത് ഞങ്ങൾ വി ആർ പ്രൗഡ് ഓഫ് ഉക്രൈൻ ബട്ട് വി ആർ നോട്ട് പ്രൗഡ് ഓഫ് റഷ്യ എന്നുള്ളതാണ്. അപ്പൊ എന്റെ ഒക്കെ അവിടെ ഞങ്ങളുടെ അവിടെ ഉണ്ടായിരുന്ന ആദ്യം വർക്ക് ചെയ്ത ഒരു പുള്ളി ക്രീമിയെ വിളിച്ച സമയത്ത് പുള്ളി നേരെ ഉക്രൈനിൽ നിന്ന് ജമ്പ് ചെയ്ത് റഷ്യൻ പാസ്പോർട്ട് എടുത്തു. ഫയർ ചെയ്തു. അല്ല, ഞാൻ പറയുക ഇപ്പൊ ഉണ്ടാകാൻ പോകുന്നൊരു സംഭവം എന്ന് പറയുന്നത് ഈ വാറ് കൊണ്ട് ഈ വ്ളാദിമിർ പുട്ടിന് എന്ത് നേട്ടം ഉണ്ടായെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. പുട്ടിന്റെ കംപ്ലീറ്റ് ഒരു കൊളാട്രൽ ഡാമേജ് വന്നു. പുള്ളിയുടെ പേര് പോയി, എല്ലാം പോയി. ഇതുമല്ല, ഈ 28 ഇതിനകത്ത് പുട്ടിന്റെ ഏറ്റവും വലിയ ഡിമാൻഡ് എന്താണെന്ന് നീ വായിച്ചോ? ഞാനത് വായിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അമേരിക്കയും വെസ്റ്റേൺ കൺട്രീസും സാങ്ഷൻ പിൻവലിക്കണം. ഫസ്റ്റ് ഡിമാൻഡ്. അതെ ഫസ്റ്റ് അതായത് രാജ്യത്തിന്റെ കട്ടയും പടവും മടങ്ങി. അതതിന്റെ കാര്യം. കാരണം റഷ്യൻ ക്രൂഡ് എന്ന് പറയുന്നത് ഇപ്പം ഇന്നെങ്ങാണ്ട് $38 ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ആരും എടുക്കുന്നില്ല. അതെ ഇത്ര മാത്രം. അത് ഞാൻ കണ്ടോ, ഞാൻ ആർട്ടിക്കിൾ വായിച്ചായിരുന്നു ഞാൻ. ഇനി എനിക്ക് തോന്നുന്നില്ല റഷ്യ പഴയ പോലെ തിരിച്ചു വരാൻ പറ്റുമെന്ന്. കാരണം ശരിക്കും ഉണ്ടായി. ഇപ്പോഴും ഈ ചിലവര് പറയുന്ന മറ്റേ റഷ്യ സ്പേസ് പ്രോഗ്രാമിന് അവർക്ക് സ്റ്റാർ വാർസ് നോൺസെൻസ് കയറി പറയും. ഒരു സമയത്ത് ബാഹിരാകാശം റഷ്യയുടെ കയ്യിലാണ്. ലോകത്തെ ആദ്യത്തെ സ്പേസ് സ്റ്റേഷൻ ഉണ്ടാക്കിയത് റഷ്യ ഉണ്ടാക്കി. ഏറ്റവും അത് USSR. അതിലൊക്കെ അവർ വാങ്ങിയത്. അത് ഇതിന് എനിക്ക് ഞാൻ ഭയക്കുന്ന ഒരു സംഭവം ഉണ്ട് ഇതിൻ്റെ അകത്ത്. റഷ്യയുടെ പഴയ റിപ്പബ്ലിക് ആയിട്ടുള്ള ജോർജിയ, അത് കസക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, ഇവന്മാരിലെ കൂടെ നാളെ റഷ്യ ചൊറിയും. അതാണ് ഇതല്ല. കാരണം ട്രെയിനുമായിട്ട് പിടിച്ച് ഇത്രയും നിൽക്കാനേ പറ്റുകയുള്ളൂ. അതിനേക്കാളും പ്രൊഫഷണൽ ആർമിയാണ് അസർബൈജാൻ. അതിനേക്കാളും പ്രൊഫഷണൽ ആർമിയാണ് കസക്കിസ്ഥാൻ. അതെ. അപ്പൊ ഇവരെല്ലാം കൂടെ കയറി പിടിച്ച് ഇവനെ കയറി ചൊറിയതില്ലയോ? മാത്രമല്ല കസക്കിസ്ഥാനാണല്ലോ ഈ ബൈക്കിനോട് നടക്കുന്നത്. ഇതങ്ങോട്ട് സീസ് ചെയ്താൽ പോരെ? ഒന്നുമില്ല. അപ്പൊ പലതിലും ഈ പറയുന്ന പഴയ സോവിയറ്റ് റിപ്പബ്ലിക്കിന് ഈ പറയുന്ന പഴയ റഷ്യ ആയിരിക്കത്തില്ല വാറിന് ശേഷമുള്ള റഷ്യ. കാരണം എല്ലാമാരും ഇട്ട് ചൊറിയും. പഴയ അവർക്ക് പുട്ടിൻ പറഞ്ഞാൽ കേൾക്കണം എന്നുള്ള സംഭവങ്ങളൊക്കെ ഇന്റർനാഷണൽ പിന്നെ പൊളിറ്റിക്സിന്റെ ഗെയിംസ് ആണ് ഇതെല്ലാം. ശരിക്കും ഒരുത്തനെ ടാർഗറ്റ് ചെയ്യുകയല്ല, അവരെ ടാർഗറ്റ് ചെയ്ത് അവർ ഗെയിം കളിക്കും. ഇപ്പത്തെ യുഎസിനെ പോലുള്ള ഒരു രാജ്യം അവരെ എങ്ങനെ കളിക്കുന്നുള്ളത് ആർക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം ഈ പറഞ്ഞ ചൈനയെ പോലും നമ്മൾ പറഞ്ഞ ഓപ്പറേഷൻ സിന്ധുവില് ചൈന പാകിസ്ഥാനെ കൊടുത്ത് പാട്ടതാണ് കൊടുത്തിരിക്കുന്നത്. ചൈനയ്ക്ക് ഉണ്ട് ഉറപ്പായിട്ടും. നമുക്ക് ടെസ്റ്റ് ചെയ്തു, അത്രയും. പിന്നെ അതുകൊണ്ട് ഇപ്പം അതിനകത്ത് ഏറ്റവും നല്ല എക്സാമ്പിൾ പറയാം. ചൈന ടെക്നോളജി എത്ര ഡെപ്തിലാണ് കിടക്കുന്ന ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ്. സ്പേസിൽ നിന്നിട്ട് ചൈനയുടെ സ്പേസ് സ്റ്റേഷനിൽ നിന്ന് അവര് മറിയാന ട്രഞ്ച് കിടക്കുന്ന ചൈനയുടെ സബ്മറൈനിലേക്ക് ഒരു ടെക്സ്റ്റ് മെസ്സേജ് അയച്ചു. തിരിച്ചു റിപ്ലൈ കൊടുത്തു. സിമ്പിൾ. അയച്ചിട്ട് മറിയാന ട്രഞ്ചിൽ അയച്ചു. അല്ല, ടെക്നോളജി വൈസ് ചൈന നമ്മൾക്ക് ഇനി ഒരു ചുമ്മാ ഇവിടുത്തെ പൊട്ടന്മാർ പറയും ഇവർക്ക് ചൈനയെ പറ്റി അറിയാം. ചൈന വളരെ വളരെ മുമ്പിലാണ്. ചുമ്മാ അത് വിണ്ടിത്തരം പറയും. എനിവേ ഈ ചൈനയോടൊക്കെ ചൊറിയാനൊക്കെ പോകാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമൊന്നുമല്ല ഒരിക്കലും. ചുമ്മാ അത് വിണ്ടിത്തരം. അല്ല, ഞാൻ അച്ഛാ ഈ നമ്മൾ ഈ ടോപ്പിക് എടുത്ത ഒരു കാര്യം കൂടി ചോദിക്കാം. ഞാൻ വലിയ സംസാരം അത് റഷ്യൻ ഹാക്കേഴ്സ്. ഈ ഹാക്കേഴ്സ് ഒക്കെ എവിടെ പോയി ഹാക്കേഴ്സ് അറിയത്തില്ല. എവിടെ പോയി? ഇനിയും വരുന്ന ഒരു വാർഫെയർ എന്ന് പറഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് കംപ്ലീറ്റ് സിസ്റ്റം ഹാക്ക് ചെയ്ത് ജാമ്യ. അല്ല, ബേസിക് കൺവെൻഷണൽ വാർഫെയറിലേക്കല്ല പോകുന്നത്. ബേസിക്കലി ഏറ്റവും വലിയ ഹാക്കേഴ്സ്, സൈബർ വാരിയേഴ്സ് ഗ്ലോബലായിട്ട് അറിയപ്പെടുന്ന റഷ്യക്കാരെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. കാസ്പർസ്കോ ഞാൻ യൂസ് ചെയ്തിരുന്ന ഒരു ആന്റിവൈറസ് ആണ് കാസ്പർസ്കോ. അതൊന്നും കാണുന്നില്ല എവിടെയും. എനിവേ, നല്ലൊരു ചാറ്റായിരുന്നു. നമുക്ക് അടുത്ത ചാറ്റ് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സാർ.